ഇന്നത്തെ കാലത്ത് റിച്ച് ആവാനും ഫേമസ് ആവാനും ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? എക്സ്പ്ലിസിറ്റ് കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നതാണ്. 390 തൊട്ട് 999 വരെയുള്ള സബ്സ്ക്രിപ്ഷൻ മോഡൽ വെച്ചുകൊണ്ടാണ് ആളുകളിലേക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ എത്തുകയാണ് പല ക്രിയേറ്റേഴ്സും ഇപ്പോൾ ചെയ്യുന്നത്. മുൻപ് ഗെറ്റ് റെഡി വിത്ത് മീ പോലെയുള്ള കോണ്ടന്റുകളിലായിരുന്നു ഇതുപോലുള്ള എക്സ്പോസിംഗ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമ്മുടെ ഫീഡിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സജസ്റ്റീവ് പോസസ്, എക്സ്ക്ലൂസീവ് കോണ്ടന്റ്, പിന്നെ നമ്മൾ സോഫ്റ്റ് കോർ പോണോഗ്രഫി എന്ന് വിളിക്കുന്ന തരത്തിലുള്ള കോണ്ടന്റുകളാണ് വരുന്നത്. സോഫ്റ്റ് കോർ പോണോഗ്രഫി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലായ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ഫിലിം, ഇമാജിനറി, ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ കോണ്ടന്റ് ആണ്. അതിൽ പോണോഗ്രഫിക് അല്ലെങ്കിൽ ഇറോട്ടിക് എലമെന്റ് ഉണ്ടാകും. പക്ഷേ ഹാർഡ് കോർ പോണോഗ്രഫി പോലെ അത്ര എക്സ്പ്ലിസിറ്റ് ആയ സെക്ഷൽ കോണ്ടന്റ് ഉണ്ടാകില്ല. ഇന്ന് ഇതുപോലുള്ള വീഡിയോസ് ഫീഡിൽ വരാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. മുൻപ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം കൂടുതലും സെക്ഷൽ കോണ്ടന്റുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നും ഇവിടെ 13 തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ന്യൂഡിറ്റി കോണ്ടന്റ് കാണിച്ചുകൊണ്ടാണ് അവരെ കൂടുതൽ സമയം ഇരുത്തുവാനാണ് ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നതെന്നും കൂടാതെ ഇവർ ചൈൽഡ് പോണോഗ്രഫി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. This is girls between the ages of 13 and 15 years old. 37% of them reported that they had been exposed to nudity on the platform unwanted in the last 7 days. 24% said that they had experienced unwanted sexual advances they've been propositioned in the last 7 days. 17% said they had encountered self-harm content pushed at them in the last 7 days. എന്നാൽ ഇന്ന് പുതിയ തരത്തിലുള്ള ഒരു കൾച്ചർ വേവിലേക്കാണ് ഇൻസ്റ്റാഗ്രാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ആക്സിഡന്റ് അല്ല, ഡിജിറ്റൽ എക്കണോമിയിൽ നടന്ന ഒരു കാൽക്കുലേറ്റഡ് ഷിഫ്റ്റ് ആണ്. ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ഫീഡിലേക്ക് വരാൻ കാരണം സിമ്പിൾ ആണ്. സെക്സ് സെൽസ് എന്ന് അൽഗോരിതത്തിന് അറിയാം. ഇൻസ്റ്റാഗ്രാമിന്റെ സോഫ്റ്റ് ബോൺ അൽഗോരിതം കാരണം ഇത്തരം റൗഞ്ചിങ് ഫോട്ടോസ് ന്യൂസ് ഫീഡിന്റെ ടോപ്പിൽ വരാൻ 54% ചാൻസ് കൂടുതലാണ്. ഇത് പുതിയ തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് കാറ്റഗറി തന്നെ ക്രിയേറ്റ് ചെയ്തു, സോഫ്റ്റ് കോർ ഇൻഫ്ലുവൻസേഴ്സ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു കുക്കിംഗ് വീഡിയോ പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇന്ന് ഫുഡ് റിവ്യൂ, ഫാമിലി വ്ലോഗ്, ട്രോൾസ് എല്ലാത്തിലും നമുക്ക് ഈ വൾഗാരിറ്റി കാണാൻ കഴിയും. ഈ ഒരു ഇടയായി പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും വൾഗർ കണ്ടന്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതുതായി വരുന്നവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള കോണ്ടന്റ് കാറ്റഗറിയിൽ സ്ത്രീയായ ക്രിയേറ്റേഴ്സിനെ കൂടുതലായി പുഷ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, റീച്ച്. ഒരു സാധാരണ ഫാമിലി വ്ലോഗിൽ തുടങ്ങിയ വീഡിയോസ് ഇപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള വൾഗർ ഡാൻസിലേക്ക് മാറി. എന്തുകൊണ്ട്? റീച്ചിന് വേണ്ടി. ഇത് കണ്ട് മറ്റുള്ളവരും അതുപോലെ അനുകരിക്കുന്നു. അറ്റൻഷൻ കിട്ടിയാലേ ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീ മൈനറായിട്ടുള്ള തന്റെ മകനോടൊപ്പം പ്രൊവോക്കേറ്റീവും വൾഗറുമായിട്ടുള്ള ഡാൻസ് കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വന്നതോടുകൂടി ഈ വൾഗർ കോണ്ടന്റ് ചെയ്യുന്നതും കൂടി. ഈ ഒരു ഫോർമാറ്റ് ക്രിയേറ്റേഴ്സിന് പ്രൈവറ്റ് ആയി അവരുടെ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാനും അതിലൊരു സബ്സ്ക്രിപ്ഷൻ മോഡൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് മാസത്തിൽ ലക്ഷങ്ങൾ ഏൺ ചെയ്യാനും സഹായിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഇതൊന്നും റാൻഡമായി തുടങ്ങിയ മോഡലല്ല. ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഓൺലി ഫാൻസ് ഇൻസ്പയർഡ് ആണ്. ഓൺലി ഫാൻസ് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ക്രിയേറ്റേഴ്സ് പ്രൈവറ്റ് ആയി കോണ്ടന്റ് കൊടുക്കുകയും അതിലൂടെ ഏർണിംഗ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവരുടെ മെയിൻ റവന്യൂ തന്നെ സബ്സ്ക്രിപ്ഷൻ ആണ്. People were used to accessing for free adult content and convince them to pay for it. Social media companies like Facebook and Instagram make their money from advertisers, but OnlyFans makes all of its money directly from its creators, and its creators make money directly from fans. We only make money when creators make money. Nvidia, Apple എന്നീ കമ്പനികളെ മറികടന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും റവന്യൂ എഫിഷ്യന്റ് ആയ കമ്പനിയാണ് OnlyFans. 2003 $1.3 ബില്യൺ നെറ്റ് റവന്യൂ റിപ്പോർട്ട് ചെയ്ത കമ്പനി 2024 റിപ്പോർട്ട് ചെയ്തത് $1.40 ബില്യൺ ആണ്. The company's revenue grew more than 2,000%, bringing in $6.6 billion in 2023. കൂടാതെ ഫാൻസിൽ നിന്നും ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്നത് $7.22 ബില്യൺ ആണ്. ഇതിൽ നിന്നും 20% കമ്മീഷനാണ് കമ്പനി ഓരോ ക്രിയേറ്റേഴ്സിൽ നിന്നും എടുക്കുന്നത്. ബാക്കി 80% വരുമാനവും കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനാണ് ലഭിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിൽ നിന്നും കമ്മീഷൻ എടുക്കുന്നില്ല. എന്നാൽ ഗൂഗിൾ, ആപ്പിൾ അവരുടെ ആപ്പ് സ്റ്റോർ വഴി നടക്കുന്ന എല്ലാ ഇൻ ആപ്പ് പർച്ചേസുകളിൽ നിന്നും ഏകദേശം 30% ഫീ വരെ എടുക്കുന്നുണ്ട്. ഓൺലി ഫാൻസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവരുടെ ടോപ്പ് ക്രിയേറ്റേഴ്സിനെ കാണിച്ചുകൊണ്ടാണ്, അവർ ഉണ്ടാക്കുന്ന ഇൻകം കാണിച്ചുകൊണ്ടാണ് പുതിയ ആളുകളെ തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. The business model of being naked online was fairly broken. They managed to piece it together to some degree. OnlyFans തുടക്കത്തിൽ എക്സ്പ്ലിസിറ്റ് കോണ്ടന്റ് അനുവദിച്ചിരുന്നില്ല. അവർ മ്യൂസിക്കിനും ഇൻഫ്ലുവൻസേഴ്സിനും വേണ്ടിയുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം ആയി ബിൽഡ് ചെയ്യാനായിരുന്നു ശ്രമം. പിന്നീട് 2017 അവർ ആ റൂൾ മാറ്റി അഡൽട്ട് കോണ്ടന്റ് അനുവദിച്ചു. ബിസിനസ്മാനായ ലിയോണൈഡ് റാവിൻസ്കി കമ്പനിയിൽ വലിയ ഷെയർ വാങ്ങിയതിനു ശേഷം OnlyFans ക്രമേണ അഡൽട്ട് കോണ്ടന്റ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി.
എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഓൺലി ഫാൻസ് ക്രിയേറ്റേഴ്സ് എല്ലാവരും നല്ല ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് എന്നാണ്. എന്നാൽ ടോപ്പ് 1% ക്രിയേറ്റേഴ്സ് മാത്രമാണ് വർഷത്തിൽ $49,000 വരെ സമ്പാദിക്കുന്നത്. ഒരു ആവറേജ് ക്രിയേറ്റേഴ്സിന് വർഷത്തിൽ ഏകദേശം $1,300 മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഒരു മാസം $108. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 8,000 തൊട്ട് 9,000 വരെ. ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ് ഓൺലി ഫാൻ പോലെ ഹാർഡ് കോർ കണ്ടന്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ തേഴ്സ്റ്റി ട്രാപ്പ് കോണ്ടന്റ് ചെയ്യുന്നതിൽ എക്സ്പേർട്സ് ആണ്. തേഴ്സ്റ്റി ട്രാപ്പ് എന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു തരം പോസ്റ്റ് ആണ്. കാണുന്നവരെ സെക്ഷുവലി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇടുന്നത്. ഇതുവഴി അവർക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നു. ഇതുപോലുള്ള കോണ്ടന്റുകൾ പുതിയതൊന്നുമല്ല. പൂനം പാണ്ഡെ, ഷെർലിൻ ചോപ്ര, സണ്ണി ലിയോൺ എന്നിവരെല്ലാം ഇറോട്ടിക് കോണ്ടന്റ്, ബോൾഡ് ഇമേജ് കോൺട്രവേഴ്സീസ് എന്നിവയിലൂടെ തന്നെയാണ് കരിയർ ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് മോഡേൺ ഫാഷൻ ഐക്കണായി കൺസിഡർ ചെയ്യുന്ന കിം കർദാഷിയൻ പോലും ലോകമെമ്പാടും കൂടുതൽ പോപ്പുലർ ആയത് അവരുടെ സെക്സ് ടൈപ്പ് കോൺട്രവേഴ്സിക്ക് ശേഷമാണ്. Would you be where you are had there not been a sex tape? You know, I think that's how I was definitely introduced to the world. So I like to think that I'm, you know, aware. I'm not naive to that fact that that's pretty much how I was introduced to the world. It was a negative way. എന്തിനേറെ പല സിനിമകളിലും നമ്മൾ ഐറ്റം ഡാൻസ് കാണാറില്ലേ? ആ സിനിമയുടെ കഥയ്ക്ക് ഐറ്റം ഡാൻസ് വേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. ഐറ്റം ഡാൻസ് എടുത്തു കളഞ്ഞാലും കഥയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നാലും എന്റർടൈൻമെന്റ്, മാർക്കറ്റ് വാല്യൂ, വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ഐറ്റം ഡാൻസ് ഹെൽപ്പ് ചെയ്യും എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഐറ്റം ഡാൻസിന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. കാരണം കാലങ്ങളായി ഐറ്റം ഡാൻസും സെക്ഷൽ സിനിമകളും ഡബിൾ മീനിങ് അടങ്ങിയിട്ടുള്ള സിനിമകളും സീരീസുകളും ഇവിടെ ഇപ്പോഴും ആളുകളുടെ ഫസ്ട്രേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വ്യൂസിന് വേണ്ടി സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്കി ഇറക്കുന്നത്, വ്യൂസിന് വേണ്ടി പബ്ലിക്കിൽ മൂത്രമൊഴിച്ച് അത് വീഡിയോ ആയി ഇടുന്നത്. എന്തിനേറെ ഇന്ന് പല ട്രോൾ ചാനലുകളും വൾഗറായിട്ടുള്ള തംബ്നെയിലും ടൈറ്റിലും വെച്ചുകൊണ്ടാണ് വ്യൂസ് ഉണ്ടാക്കുന്നത്. ഇവരുടെ എല്ലാം ഓഡിയൻസ് സെക്ഷലി ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ നമുക്ക് അവരുടെ കമന്റ് സെക്ഷനിൽ തന്നെ കാണാൻ കഴിയും. ഇതുപോലുള്ള ആളുകളാണ് ഒരു സ്ത്രീ ഒരു നോർമൽ റീൽ ഇട്ടാൽ അതിന്റെ അടിയിൽ പോയി വൃത്തിയായിട്ട കമന്റ് ഇടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവരെല്ലാം ഫേക്ക് ഐഡി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൽ പെഡോഫൈൽസ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാകും. ഇതുപോലുള്ള ആളുകൾ സ്ത്രീയെ ഏത് സാഹചര്യത്തിൽ കണ്ടാലും അവരുടെ ഫാന്റസി തീർക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ടാണ് തിരക്കുള്ള ബസ്സിൽ സ്ത്രീയെ കയറി പിടിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ ചുറ്റും ആളില്ലെങ്കിൽ അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനേറെ ഈ അടുത്താണ് ആക്സിഡന്റായ സ്ത്രീയെ രക്ഷിക്കാൻ വന്ന ആള് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ കൊടും ക്രൂരത. രക്ഷകന്റെ വേഷത്തിലെത്തി വ്യാപാരി നേതാവ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. പുള്ളി വന്നിട്ട് എൻ്റെ ഫ്രണ്ട് നെഞ്ചു ഭാഗത്തുനിന്ന് കൈയെടുത്തിട്ട് പിടിക്കാൻ നോക്കി. എനിക്ക് സംസാരം വരുന്നുണ്ടായിരുന്നില്ല, സൗണ്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല, നല്ല പെയിൻ ഉണ്ടായിരുന്നു ആക്സിഡന്റ് തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ കരച്ചിലിട്ട് ഇവർ വിചാരിക്കണം ഞാൻ ആക്സിഡന്റ് വേദനിച്ചിട്ട് കരയാണെന്നാണ്. കേട്ടോയിൽ കയറ്റുന്ന സമയത്ത് ഈ പുള്ളി ആ സമയത്ത് എന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആ വേദന കൊണ്ട് കരഞ്ഞിട്ട് അതാരും മനസ്സിലാക്കുന്നില്ല. ഒരു റിസർച്ചിൽ പറയുന്നത് അൽഗോരിതം പുഷ് ചെയ്യുന്ന ഫാസ്റ്റ് പേസ്ഡ് ഹൈ അറസൽ ഷോർട്ട് ഫോം വീഡിയോസ് കുട്ടികളിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകാൻ കാരണമാകുന്നു. മനഃപൂർവ്വം അക്രമാസക്തമായ എക്സ്റേറ്റഡ് മെറ്റീരിയൽ കാലക്രമേണ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സെക്ഷൽ അഗ്രസീവായി പെരുമാറാനുള്ള സാധ്യത ഏകദേശം 6 മടങ്ങ് വരെ കൂടുതലാണ്. പുരുഷന്മാർ വിഷ്വൽ സെക്ഷൽ കോണ്ടന്റിനോട് സ്പെസിഫിക് ആയ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അവർ കാണുന്ന കോണ്ടന്റിൽ ആരാണ് ഉള്ളത് എന്ന് നോക്കും. എന്നിട്ട് ആ സെനാരിയോയിൽ അവർ സ്വയം ഉള്ളതായി മെന്റലി ഇമാജിൻ ചെയ്യുന്നു. ഇത് സെക്ഷൽ അറസൽ കൂട്ടുന്നു. കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഉള്ളവരിൽ വ്യത്യസ്തമായാണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. ഒരേ സെക്ഷൽ കോണ്ടന്റ് റിപ്പീറ്റഡ് ആയി കണ്ടാൽ ബ്രെയിനിലെ ഡോർസൽ സിംഗ്ലേറ്റ് എന്ന ഭാഗം പെട്ടെന്ന് ബോർഡ് ആകുന്നു. ഇതിന് ഹാബിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ഈ ബോർഡും കൂടുന്തോറും പുതിയ കോണ്ടന്റിനോടുള്ള ക്രേവിംഗ് കൂടുന്നു. ഇതൊരു സൈക്കിൾ ആകും. ഇന്റർനെറ്റ് CSB ഉള്ളവർക്ക് ഒരു എൻലെസ് സപ്ലൈ ആണ്. എത്ര കണ്ടാലും തീരാത്ത ഫ്രഷ് കോണ്ടന്റ് ഇവിടെ ലഭിക്കുന്നതുകൊണ്ട് ഹാബിറ്റ്യൂഷൻ സൈക്കിളിനെ നിർത്താൻ കഴിയാത്ത വിധം ഫ്യൂവൽ ചെയ്യുന്നു. പിന്നീട് ഈ പാറ്റേൺ ഒരു അഡിക്ഷനായി മാറുന്നു. നിങ്ങൾ ഈ പാറ്റേണിൽ പെട്ടുപോയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ അഡിക്ഷനെ കുറിച്ചുള്ള ഈ വീഡിയോ കണ്ടു നോക്കൂ. ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റേഴ്സ് അരോസൽ കോണ്ടന്റ് ഇറക്കുകയും പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതുപോലുള്ള ക്രിയേറ്റേഴ്സ് പുതിയ തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് സെറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലിൽ ടേ എന്ന 18-കാരി. തന്റെ 18 വയസ്സാവുന്ന ദിവസം ഓൺലി ഫാൻസിൽ ജോയിൻ ചെയ്യുമെന്നും തന്റെ 18 വയസ്സിന്റെ അന്ന് രാത്രി 12 മണിക്ക് ജോയിൻ ചെയ്ത് വെറും 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ $1 മില്യൺ ലിൽ ടേ ഉണ്ടാക്കിയത്. ഓർക്കണം, വെറും 18 വയസ്സ് തികഞ്ഞ അന്ന്. അത്രത്തോളം കുട്ടികളുടെ സെക്ഷൽ കോണ്ടന്റ് കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഓരോ പെൺകുട്ടിക്കും ഓൺലി ഫാൻസ് ഉണ്ടാക്കണം. അത് വുമണിനെ എംപവർ ചെയ്യുന്നു എന്നാണ് അവൾ പറയുന്നത്. അതുപോലെ തന്നെ 25 വയസ്സായിട്ടും ഒരു 9 to 5 ജോബ് ചെയ്യുന്ന സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു ഫെയിലിയർ ആണെന്നാണ് അവൾ പറഞ്ഞത്. ഇന്ന് മെയിൻ സ്ട്രീം മീഡിയയിലും ഓൺലൈൻ മീഡിയയിലും ഇതുപോലുള്ള ആളുകളെ
കൊണ്ടുവന്ന് ആഘോഷിക്കുകയാണ്. അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്ത് തരത്തിലുള്ള മെസ്സേജാണ് സമൂഹത്തിലേക്ക് ഇവർ എത്തിക്കാൻ ശ്രമിക്കുന്നത്? ഇതുപോലുള്ള കോണ്ടന്റ് ചെയ്യുന്നവർ വിചാരിക്കുന്നത് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ന്യൂഡിറ്റി കാണിക്കുക എന്നതാണ്. എന്നാൽ റിയൽ എംപവർമെന്റ് എന്ന് പറയുന്നത് സ്വന്തം കഴിവ് കൊണ്ട് കരിയർ ബിൽഡ് ചെയ്യുക, ഒരു ബിസിനസ് ചെയ്യുക, ആരാലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ വളരുക, മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ് ചെയ്യുക, അതിലൂടെ മറ്റുള്ളവർക്ക് പോസിറ്റീവായി ഇൻസ്പയർ ചെയ്യുക എന്നതാണ്. സ്പോർട്സ്, പൊളിറ്റിക്സ്, എയറോസ്പേസ്, ബിസിനസ്, ഇങ്ങനെ പല മേഖലകളിൽ സ്വന്തം പേരും സ്വാധീനവും ഉണ്ടാക്കിയ സ്ത്രീകളാണ് യഥാർത്ഥ എക്സാമ്പിൾ. PV സിന്ധു, സുനിത വില്യംസ്, കൽപ്പന ചൗള, മേരി കോം പോലെയുള്ളവർ. റിയൽ എംപവർമെന്റ് എന്നത് ബോഡി കാണിക്കുന്നതല്ല, വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും ദീർഘകാലത്തേക്ക് നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കുന്നതുമാണ്. നാളെ ഈ പ്ലാറ്റ്ഫോം പോയാലും നിങ്ങളുടെ വാല്യൂ പോകാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുകയാണ്. അതാണ് റിയൽ എംപവർമെന്റ്. ഇത്ര നേരം പറഞ്ഞതിൽ നിന്നും ഇനി ഒരു കാര്യം പറയാം. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എക്സ്പ്ലിസിറ്റ് കോണ്ടന്റ് മാത്രമാണ് അവിടെ ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ കോണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ അവിടെ എക്സ്പോസ് ചെയ്യുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഇത് വെറും തെറ്റിദ്ധാരണയാണ്. ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറായ ഒരു സ്ത്രീക്ക് സബ്സ്ക്രിപ്ഷൻ വഴി അവരുടെ വർക്കൗട്ട് പ്ലാൻ സെല്ല് ചെയ്യാം. തയ്യൽ അറിയാവുന്ന ഒരാൾക്ക് തയ്യലിന്റെ ക്ലാസുകൾ നടത്താം. പല ഓപ്ഷൻസും ഉണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ വഴി. സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റേഴ്സിന് ഒരു ബെനിഫിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ചു പേർ അത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ അത് എക്സ്പോസിംഗ് ആണെന്നാണ് കരുതുന്നത്. ഇത് വിൽക്കുന്നവരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വാങ്ങാൻ ആളുള്ളത് കൊണ്ടാണ് ഇത് വിൽക്കപ്പെടുന്നത്. ഇന്ന് അറ്റൻഷൻ ഒരു കറൻസിയായി മാറുമ്പോൾ ആളുകൾ അവരുടെ ഇന്റിമസിയും സെക്ഷ്വാലിറ്റിയും അവരുടെ ഡിഗ്നിറ്റി പോലും മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇൻസ്റ്റഗ്രാം എക്സ്പ്ലിസിറ്റ് കോണ്ടന്റ് എങ്ങനെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നറിയാൻ ഈ വീഡിയോ കണ്ടു നോക്കൂ.